അടുത്ത ഒരു മുൻപിലെ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയെ ആണെങ്കിൽ മകളായിട്ട് അംഗീകരിക്കുകയാണ്. അങ്ങനെ അലീനയെ സ്നേഹത്തോടെ തലോടുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലേന്ദ്രൻ. അത് കഴിഞ്ഞ് മനുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്കെന്താടാ അലീനെ ഇഷ്ടമാണോ? നിന്റെ മുറപ്പെണ്ണല്ലേ, നീ കല്യാണം കഴിച്ചോ. എൻ്റെ ഭവിതയ്ക്കും കൃഷ്ണമോക്കും ഉള്ള എല്ലാ അവകാശവും ഇനി മുതൽ അലീനയ്ക്കും ഉണ്ട് എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എൻ്റെ സ്വത്തിനും സമ്പാദ്യത്തിനും എല്ലാത്തിനും അവരെ പോലെ തന്നെ അലീനയ്ക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നീ വേണമെങ്കിൽ അവളെ കല്യാണം കഴിച്ചോ എന്ന് പറയാണ്. അപ്പോൾ മനുവിന് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. മനു പറയാണ്, അങ്കിളാണെങ്കിൽ ഞെട്ടിക്കുകയാണല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും മനുവിനൊരു സന്തോഷമുണ്ട് അലീനയായിട്ട് കല്യാണം കഴിച്ചോളാൻ ബാലേന്ദ്രൻ പറയുന്നത് കേട്ടപ്പം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത്താണെങ്കിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം സാധാരണ പോലെ കൃഷ്ണമോള് അലീന ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത്താണെങ്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, അവളെന്തായാലും അലീന ഉണ്ടാക്കിയ ആഹാരം കഴിക്കാൻ കൃഷ്ണയെ സമ്മതിക്കത്തില്ലെന്ന്. കൊണ്ടുവച്ച ആഹാരം രോഹിത്ത് തട്ടി അങ്ങ് കളയുകയാണ്. ഇതും കണ്ടുകൊണ്ട് ബാലേന്ദ്രൻ വരുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ട ഉടനെ എല്ലാവരും ചാടി എണീക്കുന്നുണ്ട്, പേടിക്കുകയും ചെയ്യുന്നുണ്ട്. ആഹാരം കിടക്കുന്നുണ്ട് രോഹിത്തിൻ്റെ കാരണം പുറക്കെ നല്ലൊരടി ബാലേന്ദ്രൻ വെച്ചു കൊടുക്കുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, അലീന ഉണ്ടാക്കുന്ന ആഹാരം വേണ്ടുന്നവർ കഴിച്ചാൽ മതി. ആഹാരം തട്ടിക്കളയുന്നതിന് നല്ല രീതിയിൽ രോഹിത്തിനെ വഴക്കും പറയുന്നുണ്ട്. അപ്പം രോഹിത്തിനെ അടിക്കുന്ന കണ്ട് വൈജ ഞെട്ടുന്നുണ്ട്. വൈജ ഞെട്ടി എണീക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അലീനയോട് പറയാണ്, നീ വന്നതിന് ശേഷമാണ് സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ഈ കുടുംബം താറുമാറായത്. നിനക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നും പറഞ്ഞ് അലീനയുടെ നേരെ ചെല്ലിയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.